ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഗെയിമിംഗ് ഗുഡ്സാക്ക്. ഗെയിമിംഗ് ഗുഡ്സാക്കിൻ്റെ പുതിയൊരു മൈൻക്രാഫ്റ്റ് വീഡിയോയിലേക്ക് നിങ്ങളെല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. അപ്പോൾ നമ്മളിന്നുള്ളത് ഒരു നോർമൽ ഒരു വേൾഡിൽ തന്നെയാണ്. പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്ത ഒരു നോർമൽ വേൾഡിലാണ്. കാരണം നമ്മളെല്ലാം ഹാർഡ് കോർ ചെയ്തു. പിന്നെ 17 ദിവസം കളിച്ചു. ഞാൻ 2 വീഡിയോ എടുത്തിട്ടുള്ളൂ. ഞാൻ സത്യം പറഞ്ഞാൽ അങ്ങനെ ഹാർഡ് കോർ എൻജോയ് ചെയ്ത് കളിച്ചൊരു വേൾഡ്. പക്ഷേ അത് പോയ വല്ല വിഷമവും കാര്യമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ കുഴപ്പമില്ല. നമ്മൾ വേറെ വേൾഡ് ഒരു ലൈവിൽ ചെയ്തായിരുന്നു. അതും ഓൾമോസ്റ്റ് പോയപ്പോൾ ഞാൻ ഒരു സീറോ നമുക്കൊരു കിടിലോട്ട് ഇതിലെങ്ങനെയൊക്കെ ഹാൻഡ് ചെയ്യാൻ പറ്റുമോ അങ്ങനെയൊക്കെ തുടങ്ങാം. അപ്പോൾ ഈ ഒരു സെർവറിൻ്റെ ഫസ്റ്റ് വീഡിയോ തന്നെയായിരിക്കും. നിങ്ങളെല്ലാവരും സ്വാഗതം ചെയ്യുന്നു ഗെയിമിംഗ് ഗുഡ്സാക്കിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്താണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോയിലേക്ക് അടിച്ചിട്ട് കണ്ടു തുടങ്ങാം. നേരെ നമുക്ക് വീഡിയോയിലേക്ക്. അപ്പോൾ ഗൈസ്, നമ്മളിപ്പോൾ ഉണ്ടാക്കിയ ഒരു പുതുപുത്തൻ സെർവറാണ്. ഇനി ഇവിടെ നിന്ന് വേണം നമ്മുടെ ജീവിതം സ്റ്റാർട്ട് ചെയ്യണം. ഒന്നുമില്ല കയ്യിൽ, ഒന്നുമില്ലാന്ന് വെച്ചാൽ ഒന്നുമില്ല. നമ്മളെല്ലാം ഉണ്ടാകണം. ജീവിക്കാൻ വേണ്ടി നമ്മൾ പുറപ്പെടണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ 2 സാഡ് ഡയലോഗ് അടിച്ച് തുടങ്ങാം എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. എല്ലാം കൂടെ നിന്നാൽ നമ്മൾ പൊളിയും. ഫുഡില്ല, ഒന്നുമില്ല. ചാവുമോ ജീവിക്കുമോ എന്ന് പോലും അറിയാത്ത ഒരു വേൾഡിൽ നമ്മൾ ഒരുമിച്ച് അങ്ങ് തുടങ്ങും. കുറച്ച് വുഡ് തന്നെ നമുക്ക് ആദ്യം കളക്ട് ചെയ്യാം. ഒരു 5 വുഡ് അല്ല, ഒരു 15 വുഡെങ്കിലും പിന്നെ നമുക്ക് വേണ്ടേ. വുഡിനെക്കാട്ടും ഷീപ്പാണ് ആദ്യം വേണ്ടത് ഞാൻ പറയാം. കാരണം ഷീപ്പ് കിട്ടിയ ലാഭം. ഒരു 3 ഷീപ്പ് കിട്ടിയതിന് നമുക്ക് ബെഡ് ഉണ്ടാക്കിയത്. ബെഡ് ഉണ്ടാക്കിയ പിന്നെ സീനില്ല. മാക്സിമം നമുക്ക് ഏറ്റവും കൂടുതൽ സോംബീസിൽ നിന്നൊക്കെ അറ്റാക്ക് ഒഴിവാക്കാൻ പറ്റുന്ന ഇങ്ങനെയാണ് കേട്ടോ. കാരണം എൻ്റെ ഒരു അറിയില്ല, നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് അറിയില്ല. 10 എണ്ണമായി. ഒരു കമ്പും കൂടെ കിട്ടി. 15 വുഡ് വെച്ച് നമ്മൾ തുടങ്ങുന്നു. 15 വുഡ് എന്ന് പറഞ്ഞാൽ 15 വുഡ് തന്നെ നമ്മൾ എടുത്തിട്ട് തുടങ്ങും. പിന്നെ പെട്ടെന്ന് അപ്പോൾ വുഡിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ കട്ടും അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഇതിൻ്റെ അകത്ത്. നമ്മൾ മാക്സിമം കളിച്ചു പോകാനാണ് നമ്മൾ ബാക്കിയെല്ലാം നമ്മൾ സ്പീഡിട്ട് കൺട്രോൾ ചെയ്യാമെന്ന് വിചാരിച്ചിരിക്കുന്നത്. ആൻഡ് ലെറ്റ്സ് ഗോ. ഇത്ര മിനിറ്റുള്ള ഫയലായിരിക്കും മൈൻക്രാഫ്റ്റ്. ഡയറക്റ്റ് വോയിസ് ഓവർ ചെയ്യണമെന്നാണെന്നൊന്നും അറിയില്ല. ഭയങ്കര പ്രശ്നം. എന്താ പറഞ്ഞ ഒന്നുമില്ല. ഈ ബ്ലാക്ക് ഹോൾ വെച്ച് എന്തെങ്കിലും ചെയ്യാൻ പറ്റും അറിയില്ല. നോക്ക്. അയ്യോ 15 എൻ്റെ ഒരു വുഡ് 16. ഓക്കെ, നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് ബേസിക് എക്യുപ്മെൻറ്റ്സ് ആയ കുറച്ച് സാധനങ്ങളില്ലേ, അതൊക്കെ ഉണ്ടാക്കിയിട്ട് നമുക്ക് പോകാം. ഓക്കെ, സത്യം പറഞ്ഞാൽ ഇത് ഞാൻ തൽക്കാലത്തേക്ക് ഞാൻ ആക്കിയുള്ളൂ. സ്റ്റോൺ പിക്കാസാണ് ഏറ്റവും ബെസ്റ്റ് പിക്കാസ്. സ്റ്റോൺ പിക്കാസ് ഉണ്ടാക്കും. കാരണം അത് ബേസിക്കായിട്ടുള്ള ലിവിങ് ഇത് ഉണ്ടാവരുത്. പിന്നെ ഇവിടെ ഒരു ബോട്ടും കൂടെ ഉണ്ടാക്കിയിട്ട് നമുക്ക് എവിടെയെങ്കിലും വെള്ളത്തിൻ്റെ അടുത്ത് പോയിട്ട് ട്രാവൽ ചെയ്യാമെന്നുള്ളൊരു പ്ലാനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഓക്കെ, കുറച്ച് ഫ്രണ്ടോട് ഈ സ്കൈ കാണുന്നില്ല അല്ലേ? വെറുതെ അല്ല, ഹൈഡ് ഹാൻഡ് ഓണാണ് കേസ്. ഞാൻ അത് മാറ്റണം സെറ്റിങ്സിൽ. എല്ലാം കൂടെ പണിയായല്ലോ കേസ്. ഞാൻ ഹൈഡ് ഹാൻഡ് ഒന്ന് മാറ്റിയിട്ട് വരാം കേസ്. ഓക്കെ, അപ്പോൾ കേസ് ഞാൻ ഇവിടെ ഈ ഗെയിമിൽ നല്ല ഇപ്പോൾ ഞാനൊരു ഇത് കണ്ടുപിടിച്ചിട്ടുണ്ട്. ഒരു ചെറിയൊരു കുട്ടി വില്ലേജ് ഐസി എന്നൊക്കെ നമ്മൾ ഒരുപാട് കഷ്ടപ്പെട്ടാണ് നമ്മൾ ഈ ലെവലിലേക്ക് എത്തിയത്. ഈ കറക്റ്റ് ഒരു ബെഡ് ഉണ്ടാക്കാൻ പറ്റി. ഇവിടെ ഫുഡെന്ന് പറഞ്ഞ സാധനം എനിക്കില്ല. ഫുഡില്ല, ഒരു ഹാർട്ടും ഫുഡും ഇല്ല എൻ്റെ കയ്യിൽ. അങ്ങനെയൊക്കെ ചാമ്പ നിമിഷങ്ങൾ ഇവിടെ എനിക്ക് ഉണ്ടായിട്ടുണ്ടോ ഈ നിമിഷത്തേക്ക്? അഭിമാനത്തോടു കൂടിയില്ല, വിഷമത്തോടു കൂടി പറയുന്നത്. എന്തായാലും ഞാൻ തത്തിത്തൊന്നുമില്ല. എൻ്റെ ഹാർഡ് വർക്ക് കൊണ്ടല്ല, ഞാൻ എങ്ങനെയൊക്കെ പിടിച്ചു തന്നെയാണ്.
ചത്ത് പോയിട്ട് നമ്മൾ ഇവിടെ നല്ലൊരു പൂച്ച ഇഷ്ടം പോലെ ഉണ്ട്. ഞാൻ നോക്കട്ടെ, ഒരു മീനെല്ലാം കിട്ടുകയാണെങ്കിൽ പൂച്ച നമ്മൾ ടൈം ചെയ്യും. ഒരു പൂച്ച നമുക്ക് ഫയറൊക്കെ ഇരിക്കുകയാണ്, കത്തി പിടിക്കണം. ഞാൻ കോള് വേസ്റ്റ് ആയിരിക്കാനാണ് ഞാൻ സത്യം പറഞ്ഞാൽ 4 ചിക്കൻ ഉണ്ടായിട്ട് ഞാൻ ഉണ്ടാക്കട്ടെ കേട്ടോ. ചിലപ്പോഴേക്കും അങ്ങനെ നോക്കിയാലേ പറ്റൂ. ഇത് അല്ലെങ്കിൽ ജീവിച്ച് ഇവിടെ കുറച്ച് കോളുണ്ടല്ലോ, നമുക്ക് കോളൊക്കെ എടുക്കാം. പോണം മൈനിങ്ങിന് ഓൺലൈന് മൈനിങ്ങിനൊക്കെ പോകണുണ്ട്. അതിനുള്ള പരിപാടിയൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എൻ്റെ വീട് എവിടെയാണ് ഞാൻ മറന്നു. അത് അറിയാവുന്നതുകൊണ്ട് തന്നെ ഞാൻ കണ്ടാണ്ട് ഇതാണ് എൻ്റെ വീട്. ഓക്കെ, ഇവിടേക്ക് ഒരുത്തം വന്നിങ്ങനെ വെളിയിൽ നിൽപ്പുണ്ട്. ഞാൻ താമസിക്കുന്ന വീട്ടിൽ അവൻ എന്തിനു പറഞ്ഞു അല്ല, ഇതിൻ്റെ അത് ബെഡൊന്നും ഇല്ലായിരുന്നു ഈ വീട്ടിൽ. അതാണ് നോക്കി വില്ലേജറിൻ്റെ വീടുണ്ടെങ്കിൽ ഞാൻ എൻ്റെ അത് കയറില്ലായിരുന്നു. ഇതിൻ്റെ അത് ബെഡൊന്നും ഇല്ലാതെ കിടന്നൊരു വീട്, ഒരു സ്ഥലം കിട്ടുന്നത്. വീടാണോ അവൻ്റെ ലൈബ്രറി ആണോ എന്നുള്ളത്, ബുക്കൊക്കെ ഇരിക്കുന്നുണ്ട്. ഇനി പിടിച്ചിരിക്കാൻ പരിപാടിയില്ല, പിടിച്ചിരിക്കാൻ പറ്റൂല. ഫുഡില്ലെങ്കിൽ പരിപാടി ഒന്നും നടക്കില്ല. നോക്കാതാ അടുത്ത ചിക്കനായിട്ട് ഫുഡില്ലെങ്കിൽ ഭയങ്കര പ്രശ്നം. ഞാൻ സത്യം പറഞ്ഞാൽ ഞാൻ ചാവൂന്ന് വിചാരിച്ച നിമിഷം ഉണ്ടായി. കാരണം ഫുഡില്ല, അത് പലതും വന്ന് എന്നെ അടിക്കുന്നു, ഇടിക്കുന്നു, ചത്തുവെന്ന് വിചാരിച്ച നിമിഷങ്ങളാണ്. പക്ഷെ ചത്തില്ല. അവിടെ നിന്ന് ഇതുവരെ ഇത് കൊള്ളാനാണ് നൈസല്ലേ, ഇത് കൊള്ളാം കേട്ടോ. കുറച്ച് പൊക്കത്തിലൊക്കെ വൈബ്. എൻ്റെ വീട് ഞാൻ ഇടയ്ക്ക് മറന്നു ഉള്ളത് കൊണ്ടാണ് ഞാൻ ഈ ടവർ പോലെ കിട്ടുക ചെയ്യണം. ഫുഡും ഇല്ല എനിക്കിപ്പം ഇതിൽ ഞാൻ സാധാരണ ഫുഡ് ഇത് കോള് കിട്ടിയിട്ടും ഫുഡ് കിട്ടാത്തൊരവസ്ഥ. ഞാൻ മീറ്റൊന്നും എടുത്തു വെച്ചില്ല, കാരണം കോളില്ലല്ലോ, മീറ്റൊന്നും വേണ്ടെന്ന് പറഞ്ഞു. ഞാനാണ് അവസരം 6 ഉണ്ടാക്കി 2 ഉണ്ടാക്കാൻ പറ്റുന്നത്. അത് കുഴപ്പമില്ല ഗസ്, നോക്കിയിട്ട് കാര്യമില്ല. അങ്ങനെയൊക്കെ നോക്കിക്കാൻ ഒരു കോള് നമുക്ക് ഇഷ്ടം പോലെ കോളുണ്ട്. കോളില്ലെങ്കിൽ ഓക്കെ പറയാം, ഒരു കോളൊക്കെ വെച്ചാൽ എനിക്ക് പറയാം. ഇപ്പോൾ കോൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇപ്പം അങ്ങനെ നോക്കാത്തത്. ഇവിടെ ചിക്കനും കൂടി, ഒരു ചിക്കനും കൂടെ ഇട്ടിട്ടുണ്ട്. അവിടെ തീ അടഞ്ഞില്ലെങ്കിൽ നമുക്ക് ഈ ചിക്കനും കൂടെ വെച്ച് വേവിക്കാം ഗസ്. ഞാൻ എപ്പോഴും എടുത്തിട്ട് എടുക്കാതെ പോയത് തീ അണഞ്ഞു ഗസ്. ഹാർട്ട് എനിക്ക് വലിയ സീനില്ല. ഹാർട്ട് ഫുള്ളാവാൻ വേണ്ടിയാണല്ലോ നമ്മളെല്ലാവരും. ഹീലിങ്സ് ഇല്ലാതെങ്കിൽ ഇത്രയും ഹീലിങ്സ് ഇല്ലാത്തൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ എനിക്കുണ്ടായിട്ടില്ല. ഹീലിങ്സിന് വേണ്ടി ഓടിയൊരു നിമിഷം, അയ്യോ, ഹീലിങ്സിന് വേണ്ടി ഇത്രയും ഓടിയൊരു നിമിഷം എൻ്റെ ജീവിതത്തിൽ ഇന്നുവരെ ഞാൻ ഉണ്ടായിട്ടില്ല. എന്ത് പറയണമെന്ന് അറിഞ്ഞാത്തൊരു നിമിഷമായി ഇപ്പോൾ അതൊക്കെ. ഹീലിങ്സിന് വേണ്ടി ഇത്രയും എഫോർട്ട് എടുക്കണമെന്നും ജീവിതത്തിൽ ചിന്തിച്ചിട്ട് പോലുമില്ല. ഇത് എന്ത് പറയുന്നത്. ഞാൻ വന്ന ബോട്ട് ഇവിടെ ഇരിക്കണം കേട്ടോ. ഇതാണ് എൻ്റെ ബോട്ട്. ഞാൻ ഒരുപാട് ഇപ്പം ഞാൻ 4 ദിവസമല്ലേ, 4 ദിവസം ഇതിൻ്റെ അകത്ത് ഞാൻ സർവൈവ് ചെയ്തില്ല. നമുക്കെല്ലാം മാക്സിമം പക്ഷെ ഇതിൻ്റെ അകത്ത് ഇതിൽ ഒരു പ്രാവശ്യം ചത്തില്ല കേട്ടോ, ചത്തില്ല. ചാവൽ പരിപാടിയൊന്നും നമുക്കില്ലായിരുന്നു. നമ്മൾ ചാവാതെയാണ് ഈ നിമിഷം വരെ നമ്മളിവിടെ സർവൈവ് ചെയ്തത്. ഇവിടെ ഇതൊക്കെ അവന്മാർ ഏരി കേട്ടോ. നമ്മൾ പോയപ്പോൾ അയൺ കോളം ഉണ്ട്, അവരിവിടെ അയൺ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പം അയൺ കോളത്തിന് അടിച്ചാൽ നല്ല അയൺ കിട്ടും, പക്ഷെ അയൺ കോളത്തിന് തിരിച്ചടിക്കൂലേ. അപ്പം ഞാൻ ഒന്ന് കാണിച്ചിട്ട് ഒരു യൂട്യൂബ് ഹാക്ക് കണ്ടതാണ്. നമ്മളിങ്ങനെ ഒരു 5-6 അടി മുകളിൽ കയറി നിന്നിട്ട് ഞാൻ
യൂട്യൂബ് വീഡിയോ ഉണ്ടല്ലോ, നീ നോക്കട്ടെ. ഒരു യൂട്യൂബ് ഹാക്കർ വർക്കിംഗ് ഒന്നും അല്ല, ചുമ്മാ ഉടായിപ്പ ഹാക്കർ എന്നൊക്കെയാണ്. അപ്പം പിന്നെ ഞാൻ വീട്ടിലോട്ട് വന്നേരാം. സത്യം പറഞ്ഞാൽ ഇപ്പം നൈറ്റ് ആയതുകൊണ്ടാണ് ഞാൻ വീട്ടിലോട്ട് വന്നത്. അപ്പോൾ ഇപ്പം ഞാൻ ഇറങ്ങുവാണ്, താഴോട്ട് പോവുകയാണ്. ഈ ചിക്കനും ഇലക്കെടുത്ത് നമുക്ക് അകത്തോട്ട് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് പോകാൻ സമയമൊന്നുമില്ല. ഇന്ന് മൈനിങ്ങിന് ഇറങ്ങിയാലോ എന്നാലോചിക്കും. അപ്പോൾ കോബിൾ സ്റ്റോണിൻ്റെ കുറച്ച് കുറവുള്ളതുകൊണ്ട് കോബിൾ സ്റ്റോൺ എടുത്താലോ എന്നും പറഞ്ഞ് ഇറങ്ങുന്നുണ്ട് രാവിലെ തന്നെ. കോബിൾ സ്റ്റോൺ കിട്ടിക്കഴിഞ്ഞാൽ ഉണ്ടല്ലോ മൈനിങ്ങിന് നമ്മൾ കുറച്ച് കോബിൾ സ്റ്റോണും നല്ലതെന്ന് വെച്ചാൽ സോഡിൻ്റെ നല്ല ആവശ്യമുള്ളതുകൊണ്ട്. ഇപ്പോൾ ഫുഡ് ഭയങ്കര ചെയ്യുന്നില്ലാത്തതുകൊണ്ട് ചെയ്യുന്നില്ല. പൂച്ച ചെയ്യണം, പൂച്ച പിന്നെ ഫുഡ് മീനല്ലേ കഴിക്കും, മീൻ സെറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, മൈനിങ്ങിന് പോകാണ്ട് എല്ലാം ഉണ്ടാക്കി നമ്മൾ ഇറങ്ങുകയാണ്. നല്ല നല്ല മൈൻ ചെയ്യാൻ പറ്റട്ടെ എന്ന് എന്നോട് ഇനി പറഞ്ഞുകൊണ്ട് ഇന്നലെ ഞാൻ വന്ന് വീട്ടിൽ കിടന്ന് വന്ന് ഉറങ്ങി. സോംബിയൊക്കെ ഉണ്ടായിരുന്നു, അടിച്ചൊക്കെ ഇട്ടു, നോക്കിയില്ല. സോംബി ഞാൻ സത്യം പറഞ്ഞാൽ ഇപ്പം കുറച്ച് ക്യാറ്റ്സൊക്കെ 4 ഉണ്ടാക്കിയിട്ടൊക്കെയാണ് ഇറങ്ങി. കാരണം കുറച്ച് ലോങ് മൈനിങ്ങാണ് ഞാൻ പ്ലാൻ ചെയ്യുന്നത്. അപ്പം ഒരു ഡോർ എവിടെന്നെങ്കിലും ഇളക്കി കൊണ്ടുപോയാലോ. ഡോറിൻ്റെ ആവശ്യം, ഡോർ ഉണ്ടാക്കിയായിരുന്നു, ഞാൻ മറന്നുപോയി ഉണ്ടാക്കാൻ. ഇനിയിപ്പോൾ കുഴപ്പമില്ല. ക്ഷമിക്കണേ ബ്രോ. ഓക്കെ, ഓക്കെ. ഞാൻ മൈനിങ്ങിനാണ് ഇറങ്ങിയത്, ഓൾറെഡി പറഞ്ഞായിരുന്നു. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ടോർച്ച് എല്ലാം ഞാൻ കുറച്ച് ഗുഹ പോലെയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഡോറും കല്ലൊക്കെ എടുത്തുള്ളൂ. അപ്പോൾ ഞാനിപ്പോൾ വന്ന എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു മെയിൻ എന്ന് വെച്ചാൽ ഏറ്റവും മെയിനായിട്ടുള്ളൊരു സാധനം ബെഡും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ കുറച്ചും കൂടെ കംഫർട്ടബിൾ ആയിരിക്കും എന്ന് എൻ്റെ മനസ്സ് പറയുന്നു. കാരണം ഫുഡും ബെഡുമാണ് ഏറ്റവും ബെസ്റ്റായിട്ട് വേണം. അപ്പോൾ ഞാൻ ഫുഡാണ് ഏറ്റവും വലിയൊരു ബുദ്ധിമുട്ടായിട്ട് ഇപ്പോൾ നമുക്ക് മാറിയിരിക്കുന്നത്. ബാക്കിയെല്ലാം നമുക്ക് സെറ്റ് ചെയ്യാന്നേ ഉള്ളൂ. പക്ഷെ ഫുഡിൻ്റെ കേസൊന്നും നടക്കുന്ന പോലുമില്ല. ഓക്കെ, നല്ല ഫുഡ് കിട്ടും. ഓക്കെ, ഫുഡ് കിട്ടുകയാണെങ്കിൽ നമ്മൾ സെറ്റ് ചെയ്യാം കേസ്. ഓക്കെ, അതാണ് മൈനിങ് പ്ലേസ്. ഇവിടെ ഇപ്പോൾ തുടങ്ങിയതേ ഉള്ളൂ. അപ്പോൾ നമ്മളിവിടെ ഇപ്പോൾ നമ്മൾ ഫ്ലിൻറ്റ് കിട്ടി. ഫ്ലിൻറ്റ് അറിയാമല്ലോ നമുക്ക്. ബെഡിൻ്റെ അടുത്തുണ്ട്. ഞാൻ ഇവിടെ ഒരു ക്രാഫ്റ്റിംഗ് ടേബിളിൻ്റെ ആവശ്യം കൂടെ വരുന്നുണ്ട് കേസ്. അപ്പോൾ ഞാൻ എല്ലാം സെറ്റ് ചെയ്തിട്ട് വരണോ അതോ നിങ്ങൾക്ക് ഇങ്ങനെ കാണിച്ചു തരണോ എന്നുള്ളതാണ്. രാത്രിയായി കേസ്, ഞാൻ ഉറങ്ങട്ടെ. രാത്രി ഇരുട്ടാവുന്നു കേസ്. ഓക്കെ, ഓക്കെ. ക്രാഫ്റ്റിംഗ് ടേബിൾ പടപടയെന്ന് ഉണ്ടാകട്ടെ. ക്രാഫ്റ്റിംഗ് അല്ലല്ലോ അങ്ങോട്ട് ഇത് എൻ്റെ ടേബിളോടെ എന്തിന് എൻ്റെ ഇവിടെ കയറിയത്? ഇത് എൻ്റെ ബെഡിൽ കയറി കിടന്നോളാണോ? ആരും
ഭയങ്കര ബോറായി പോകും ഓണാണ് കേസ്. അതുകൊണ്ട് മാത്രമാണ് കേസ് ഞാൻ ഇന്ന് വീഡിയോ എടുക്കുന്നത്. അടുത്ത വീഡിയോയിൽ നമുക്ക് എന്തായാലും മൈനിങ് വീഡിയോ ആക്കി മാറ്റാം. ഓക്കെ, ഫുഡും തീരാറായി. അടുത്ത വീഡിയോ നമുക്ക് എന്തായാലും മൈനിങ് വീഡിയോ ആക്കാം. ഇവിടെ നിന്ന് തന്നെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കുന്നതായിരിക്കും. നമുക്ക് നേരെ ഔട്ട്രോയിലേക്ക് പോകാം. ഓക്കെ, ഇന്നത്തെ നമ്മൾ പുതിയ വേൾഡിലെ പുതിയ കാഴ്ചകളും പുതിയ ഒരു ജീവിതവും പുതിയൊരു ഹെഡ് കോറിന് ശേഷം നമ്മൾ ചെയ്യുന്ന ആദ്യത്തെ ഒരു വീഡിയോ ആയിരിക്കില്ലേ. അതിന് മുമ്പ് ഞാൻ ഒരു വേൾഡ് സ്ട്രീമായിട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ കുറച്ച് നാൾ മുമ്പാണ്. അപ്പോൾ നിങ്ങൾ കണ്ടാൽ മതി. അതിന് ശേഷമാണ് നമ്മളിവിടെ വന്നിരിക്കണം. ഹാർഡ് കോർ കഴിഞ്ഞാൽ അതിന് ശേഷം ഞാൻ ഒരു വേൾഡ് സ്ട്രീം ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഞാൻ ഇപ്പോൾ ഇവിടെ വരുന്നത്. എനിക്കറിയാം ഗൈസ്, നിങ്ങൾ അടുപ്പിച്ച് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മൈൻക്രാഫ്റ്റ് വീഡിയോസാണെന്ന്. അപ്പോൾ എനിക്ക് പറയാം, കുറച്ച് ദിവസം നിങ്ങൾ മൈൻക്രാഫ്റ്റ് വീഡിയോ ആകുമ്പോൾ കാണുമെന്ന് പറഞ്ഞാൽ അറിയില്ല. കാരണം ഞാൻ എൻ്റെ PS5 ഓണാക്കിയിട്ട് കുറേ നാളായി. ഇപ്പം ഒരു 1-2 ആഴ്ചയായി കേസ്. അപ്പം മൈൻക്രാഫ്റ്റിലല്ലേ ക്രൂ മോട്ടോർ ഓഫീസിലെ വീഡിയോസ് അത് ഷൂട്ട് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഞാൻ ഇപ്പം എന്തായാലും നാളെ എന്തായാലും ഷൂട്ട് ചെയ്യണം. അല്ലെങ്കിൽ ഇപ്പം നിങ്ങൾക്ക് വീഡിയോസ് ബാക്കപ്പ് ഒന്നുമില്ല, ബാക്കപ്പ് തീരാണ്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് കാണാൻ പറ്റില്ല വീഡിയോസ് ഒന്നും. അപ്പം മൈൻക്രാഫ്റ്റിലെ സാധാരണ കുറച്ച് ദിവസം ഞാനിപ്പം 3-4 ദിവസമായിട്ട് മൈൻക്രാഫ്റ്റിന് വേണ്ടി സ്പെൻഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് സമയം. അപ്പോൾ നാളെ കിടക്കാൻ വേണ്ടിയിട്ട് വരുന്നവരേക്ക് ഗെയിമിംഗ് സൈനിങ് ഔട്ട് ഫ്രോം മൈൻക്രാഫ്റ്റ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നാളെ കിടലം വീഡിയോ ഇട്ട് കാണുന്നവരെ. അപ്പോൾ ഗൈസ് എല്ലാവരും ഹാപ്പി ആയിട്ട് നാളെ മൈനിങ് വീഡിയോ ഇട്ട് ഞാൻ വരുന്നത്.